എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് സൂപ്പർ ഫാസ്റ്റായിട്ട് നമുക്കൊരു നല്ല സോഫ്റ്റ് വട്ടയപ്പം, ട്രഡീഷണൽ വട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത്. ഇഡ്ഡലി റൈസാണ് നല്ലത്, പിന്നെ സാധാരണ പച്ചരിയാണെങ്കിൽ അതെടുക്കാം. 2 കപ്പ് അരിയെടുത്തു. നന്നായിട്ടത് ഞെരടി കഴുകി നമുക്ക് നല്ല ക്ലിയറായിട്ടുള്ള വെള്ളത്തിൽ വേണം കുതിരാൻ വയ്ക്കാൻ. ആ കുതിരുന്ന വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരയ്ക്കാനും പോകുന്നത്. അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് കിട്ടുമെന്നും ഉറപ്പുവരുത്താനും മറക്കരുത്. ഇതിനകത്തേക്ക് 1 കപ്പ് റൈസ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്നതാണെങ്കിൽ ഇടരുത്, അല്ലെങ്കിൽ ചൂടാക്കി ഇടണം. നോർമൽ ടെമ്പറേച്ചറിൽ ഇടണം, അല്ലെങ്കിലും മാവ് പൊങ്ങത്തില്ല. തേങ്ങ 2 കപ്പായാലും നല്ലതാണ്. കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വട്ടയപ്പം കഴിക്കാം. പഞ്ചസാര ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടു. പുളിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യമനുസരിച്ച് പഞ്ചസാര ഇടാം. ഈസ്റ്റ് ഇട്ടു, അത് 1.5 ടീസ്പൂണാണ് ഞാൻ ഈസ്റ്റ് ഇട്ടത്. നമുക്ക് പിറ്റേ ദിവസം അരയ്ക്കാനാണെങ്കിൽ 7-8 മണിക്കൂർ രാത്രി ഉണ്ടല്ലോ, അപ്പോൾ അത് പെട്ടെന്ന് പുളിച്ച് പോകാതിരിക്കാനായിട്ട് നമുക്ക് അല്പം ഉപ്പിട്ട് ചെയ്യാം. പക്ഷെങ്കിൽ ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യാനായിട്ടല്ലേ ചെയ്യുന്നത്. ഒരു 3 മണിക്കൂർ കൊണ്ട് ഇത് മാവ് അരച്ച് 1 മണിക്കൂറൊന്ന് പുളിക്കാൻ വെച്ച് 4 മണിക്കൂർ കൊണ്ട് വട്ടയപ്പം ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ഇതിനകത്ത് ഇപ്പോൾ ഇടരുത്. ഇതിനകത്തേക്ക് ഇച്ചിരി ചൂടുള്ള വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഈസ്റ്റിൻ്റെ ആക്ഷൻ ഒന്ന് പെട്ടെന്നാകും. അത് നികക്കി ഒഴിച്ചാൽ മതി. നമ്മൾ ഈ സെയിം വെള്ളം കൊണ്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് അരി കഴുകിയതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ച് വെക്കാവൂ. അപ്പോൾ ഇത് അടച്ച് വെച്ചേക്കാം. ഇതിപ്പോൾ നമ്മൾ 3 മണിക്കൂർ കൂത്ത് വെച്ചിരുന്നതാണ്. അഡീഷണൽ വേണമെങ്കിൽ വെള്ളം ഉപയോഗിക്കാം. ഇത് പോരായെങ്കിൽ വേറെ വെള്ളം ഉപയോഗിക്കാവൂ. ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അഥവാ വെള്ളം കൂടുതലാണെന്ന് തോന്നിയാൽ കുറച്ചിങ്ങ് എടുത്തിട്ട് വേണം അരയ്ക്കാൻ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കപ്പോൾ അരച്ച മാവിനെ പൊങ്ങാനായിട്ട് വെക്കാം. ഇപ്പോഴും ഉപ്പിട്ടിട്ടില്ല. പൊങ്ങിയതിന് ശേഷം നമുക്ക് ഉപ്പിടാം. ഇനി ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോഴത്തേന് ഇത് റെഡിയാവും. മാവ് പൊങ്ങാൻ വയ്ക്കുമ്പം എപ്പോഴും വലിയൊരു പാത്രം അതിന് ചുവട്ടിൽ വെക്കണം. കാരണം അഥവാ പുളിച്ച് പൊങ്ങിക്കഴിഞ്ഞാലും നമുക്ക് ആ പുറത്ത് വന്ന് മാവ് നമുക്കത് വെളിയിൽ തൂവിച്ചാടിയ മാവ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഇത് 1 മണിക്കൂർ കഴിഞ്ഞതാണ്. നന്നായിട്ടത് പൊങ്ങിയിട്ടുണ്ട്, കണ്ടോ. നമുക്കിതിനകത്ത് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ഇടാം, കിസ്മിസ് ഇടാം. പക്ഷെ ഞാനിപ്പോൾ ഇത് ഏലക്കാപ്പൊടി മാത്രം ഇടുകയാണ്. പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ചതാണിത്. നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര നമ്മുടെ മധുരത്തിൻ്റെ അനുസരിച്ച് നമുക്ക് പഞ്ചസാര ഇടാം. ഉപ്പും ഈ സമയത്തേ ഇടാവും. ഇപ്പം നമ്മുടെ വട്ടയപ്പത്തിനുള്ള മിക്സ് റെഡിയാണ്. വട്ടയപ്പം ഉണ്ടാക്കാനുള്ള പാത്രത്തിൽ നല്ലതായിട്ട് ഇച്ചിരി നന്നായിട്ട് കുറച്ച് ബട്ടർ അങ്ങ് പുരട്ടുക. ഞാൻ സ്റ്റീമർ ഇവിടെ റെഡിയാണ്. ഇനി അതിനകത്തേക്ക് ഞാനൊരു പകുതി ഒഴിച്ച് കൊടുക്കുകയാണ്. മാവ് അടച്ച് വയ്ക്കാം. തീ ഞാനൊരു മീഡിയത്തിൽ വെച്ചിരിക്കാം. വട്ടയപ്പം നന്നായിട്ട് ക്ലീനായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞാനത് തീ ഒന്ന് ഓഫ് ചെയ്ത് ഒന്ന് തണുത്തോട്ടെ. ഞാനിത് വയറാക്കിലോട്ടൊന്ന് വയ്ക്കാം, പെട്ടെന്നൊന്ന് തണുക്കട്ടെ. സൈഡൊക്കെ നല്ല ഇളകി വന്നിട്ടുണ്ട്. ഞാൻ തണുക്കട്ടെ നന്നായിട്ടത്. എന്ത് സോഫ്റ്റാന്ന് കണ്ടോ. അതെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.